സച്ചി അങ്ങനെ വാടകയെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുന്നുണ്ട്. 2 ദിവസത്തെ ട്രിപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സച്ചി വല്ലാതെ ടയേർഡായിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. ആ, സച്ചിയേട്ടൻ എത്തിയോ? അങ്ങനെ സച്ചി നേരെ അങ്ങ് പോയി കിടക്കുന്നുണ്ട്. എന്താ സച്ചിയേട്ടാ, വയ്യേ? ഒരുപാട് ഡ്രൈവ് ചെയ്തതല്ലേ, അതുകൊണ്ട് ശരീരം ആ സകലം വേദനയാ. എന്നാലേ ഞാൻ കുറച്ച് എണ്ണ എടുത്തു വരാം. നെറുകിലും കയ്യിലും കാലിലൊക്കെ കുറച്ച് എണ്ണയിട്ട് ഒന്ന് പിടിച്ചു കഴിഞ്ഞാലേ ഈ വേദനയെല്ലാം മാറും. വേണ്ട രേവതി, ഞാൻ കുറച്ചു നേരം ഉറങ്ങട്ടെ. അതൊന്നും പറ്റില്ല. എണ്ണയിട്ട് ഒന്ന് ഉറങ്ങിയാല് സച്ചിയേട്ടന്റെ വേദനയെല്ലാം മാറും. അങ്ങനെ രേവതി അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. എണ്ണയെടുത്ത് തിരികെ വരുമ്പോഴാണ് വർഷ ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നത്. വർഷയും അതുപോലെ രേവതിയും തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ട്. കയ്യിലുള്ള എണ്ണ നിലത്ത് പോകുന്നുണ്ട്. അയ്യോ ചേച്ചി, ഞാൻ കണ്ടില്ല. ചേച്ചിയുടെ കയ്യിൽ എണ്ണയുണ്ടായിരുന്നോ? എന്താ വർഷേ, നോക്കി നടക്കണ്ടേ? ഞാൻ സച്ചേട്ടന് തലയിലിടാനായിട്ട് കുറച്ച് എണ്ണ എടുത്ത് വന്നതാ. അതിപ്പോ നിലത്ത് പോയില്ലേ? ചേച്ചി, എന്നാ ഞാൻ തുടയ്ക്കാം. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ തുടച്ചോളാം എന്നും പറഞ്ഞ് രേവതി തുണി എടുക്കാനായിട്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് വർഷ റൂമിലോട്ടും പോവാണ്. എണ്ണ അവിടെ കിടക്കുന്നത് ചന്ദ്ര കാണുന്നുണ്ടായിരിക്കില്ല. ചന്ദ്ര പുറത്തു നിന്ന് കയറി ഉള്ളിലോട്ട് വരുന്ന സമയത്ത് എണ്ണയിൽ അങ്ങ് ചവിട്ടി അങ്ങ് വീഴുന്നുണ്ട്. പിടിക്കാനായി വരുമ്പോ രേവതിയും അതിൽ വീഴുവാണ്. എടി, നീ എന്താടി കാണിച്ചേ? നീ ഇവിടെ എന്നെ വീഴ്ത്താനായിട്ട് എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുകയാണോ? ഒച്ചയും ബഹളമൊക്കെ കേട്ട് സച്ചിയും ശ്രീകാന്തും വർഷയും എല്ലാവരും വരുന്നുണ്ട്. എന്താമ്മേ, എന്താ പറ്റിയേ? എടാ, ഒന്നും പറയണ്ട. ഇവിടെ എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുക, എന്നെ വീഴ്ത്താനായിട്ട്. എന്നൊരു മൂലക്കിൽ കിടത്തിയാലല്ലേ ഇവൾക്കിവിടെ ഭരിക്കാൻ പറ്റൂ. അതിനായിട്ട് വീണ് കിടക്കുന്നത് കാണുമ്പോ സച്ചി പറയുന്നുണ്ട്, എന്നാ പിടിക്ക്, ഞാൻ എഴുന്നേപ്പിക്കാം. വേണ്ട, നീ എന്നെ പിടിക്കണ്ട. ഇവളെ ഒറ്റൊരുത്തിയാ എന്നെ വീഴ്ത്തിയത്. എന്താ അമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ എന്തിനാ അമ്മയെ വീഴ്ത്തുന്നേ? അതെ, ഞാൻ കാരണാ ചേച്ചിയുടെ കയ്യിന്ന് എണ്ണ ഇവിടെ വീണത്. അതിനെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്റെ കൈ തട്ടിയിട്ടാ എണ്ണ നിലത്ത് പോയത്. ഇത് കേട്ട് സുധി പറയുന്നുണ്ട്, എണ്ണ നിലത്ത് പോയെങ്കിലേ അത് തുടയ്ക്കണം. അത് ക്ലീൻ ചെയ്യാതെ ഇട്ട കാരണല്ലേ എന്റെ അമ്മ വീണത്. അത് തുടയ്ക്കാൻ തുണിയെടുക്കാൻ പോയപ്പോഴാ അമ്മ അതിൽ ചവിട്ടി വീണത്. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? മതിയടി, നിന്റെ നാടകമൊക്കെ മതി. നീയേ എന്നെ കൊല്ലാൻ നോക്കിയത് തന്നെയാ. അല്ലെങ്കിലും ഓരോരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് രേവതിയെ കുറ്റപ്പെടുത്താനല്ലേ അമ്മയ്ക്ക് പറ്റൂ. അത് എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറ് എന്ന് സച്ചി പറയുന്നുണ്ട്. ഇത്രയും നേരമായിട്ട് ഇവിടെ കിടക്കുന്നു. നിങ്ങളുടെ ഇത്രയും സ്നേഹിക്കുന്ന സുധി ഇവിടുന്ന് എഴുന്നേപ്പിക്കാനായിട്ട് ഒന്ന് കൈ തന്നോ? ഇല്ലല്ലോ. അതാ പറഞ്ഞേ, നിങ്ങൾക്കേ സ്നേഹം എന്താണെന്ന് അറിയില്ല. അമ്മേ, അമ്മ എഴുന്നേക്ക്, ഞാൻ പിടിക്കാം എന്നും പറഞ്ഞ് സുധി കൈ കൊടുക്കുന്നുണ്ട്. ചന്ദ്രയെ എഴുന്നേപ്പിക്കാൻ നോക്കിയിട്ട് സുധി ചന്ദ്രയുടെ മേൽ കൂടെ അങ്ങ് വീഴുന്നുണ്ട്. എന്താടാ നീ എന്താ കാണിക്കുന്നേ? അയ്യോ ശ്രുതി, എന്റെ തണ്ടില് പോയെന്നാ തോന്നുന്നേ, ഭയങ്കര വേദന എന്നും പറഞ്ഞ് സുധി നിലത്ത് കിടക്കുകയാണ്. അവസാനം ചന്ദ്രയെ സച്ചി തന്നെ എഴുന്നേപ്പിക്കുന്നുണ്ട്. അയ്യോ, എന്റെ കാല് പോയെന്നാ തോന്നുന്നേ. എനിക്ക് നല്ല വേദനയുണ്ട്. കാലും കൈയും ഒക്കെ നല്ല വേദനയുണ്ട്. ആന്റി, ഒന്ന് ഹോസ്പിറ്റലിലോട്ട് പോയാലോ? അതൊന്നും വേണ്ട. നീ എന്തെങ്കിലും ബാമുണ്ടെങ്കിൽ അതൊന്ന് എൻ്റെ കാലിൽ തേച്ച് തന്നെ എന്ന് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും അവിടെ നിന്ന് പോവാണ്. ശ്രുതി എരുതിയിൽ എണ്ണ ഒഴിക്കാൻ മിടുക്കിയാണല്ലോ, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആന്റി, ഇവരൊക്കെ വേണമെന്ന് കരുതിയിട്ട് തന്നെയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആന്റി വരുന്ന വഴിയിൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ പറയുന്ന വർഷ പോലും രേവതിക്ക് കൂട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചന്ദ്രയെ എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണ്. ശ്രുതി, എനിക്ക് നല്ല വേദനയുണ്ട്. എൻ്റെ കാലം കൂടെ ഒന്ന്. ശ്രുതി, നീ തനിയെ ബാമൊക്കെ തേച്ചാൽ മതി. നീ ചെറുതായി ഒന്ന് വീണിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടേ നിനക്കതൊന്നും വേണ്ട. ആന്റിയുടെ കാര്യം ആദ്യം നോക്കട്ടെ എന്നും പറഞ്ഞ് ചന്ദ്രയുടെ കാലില് ബാമെല്ലാം തേച്ചു കൊടുക്കുന്നുണ്ട്. ചന്ദ്ര എങ്ങനെ റൂമിൽ പോയി കിടക്കുന്നുണ്ട്. കാലൊന്നും അനക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. എന്നാൽ രേവതിക്ക് അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് രേവതിയുടെ കൂട്ടുകാരിക്ക് വിളിച്ച് വല്ല ഒറ്റമൂലിയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ പറയുന്നുണ്ട്, നിന്റെ അമ്മായിമ്മയ്ക്കാണോ? എന്നാലേ അങ്ങനെ കിടക്കട്ടെടി, നിന്നെ എത്ര ഉപദ്രവിച്ചതാ, അതുകൊണ്ട് കുറച്ചൊക്കെ അനുഭവിക്കട്ടെ. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല ചേച്ചി. അമ്മ എന്തൊക്കെ എന്നെ ഉപദ്രവിച്ചാലും എനിക്ക് അമ്മയോട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഒരു കിഴി വെക്ക്. ഞാൻ കുറച്ച് മരുന്നുകളുടെ പേരൊക്കെ പറയാം, അതൊക്കെ ചേർത്ത് ഒരു കിഴി ഉണ്ടാക്കി ചൂടാക്കി വെക്ക്. അപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ശരി ചേച്ചി, ഞാൻ അതുപോലെ ചെയ്യാം എന്നും പറഞ്ഞ് രേവതി ഒരു കിഴിയൊക്കെ കെട്ടുന്നുണ്ട്. അത് ചൂടാക്കി ചന്ദ്രയുടെ അടുത്തോട്ട് പോകാൻ നേരത്തായിരിക്കും അങ്ങോട്ടേക്ക് സച്ചി വരുന്നത്. നീ എങ്ങോട്ടാ ഇതൊക്കെ ആയിട്ട്? അമ്മയ്ക്ക് വയ്യല്ലോ, അമ്മയ്ക്ക് ഇതൊന്ന് വെച്ചു കൊടുക്കട്ടെ, അപ്പം നല്ല ഭേദം ഉണ്ടാവും. വേണ്ട രേവതി, നീ അങ്ങോട്ട് പോയല്ലേ വീണ്ടും നിന്നെ കുറ്റപ്പെടുത്തും. നീ വേണമെന്ന് കരുതിയിട്ട് തള്ളി വീഴ്ത്തിയതാണ് എന്നൊക്കെ പറയും. അതുകൊണ്ടേ നീ ഇതും കൊണ്ടൊന്നും പോകണ്ട.
അങ്ങനെ പറയില്ലേ സച്ചേട്ടാ. അമ്മയുടെ അസുഖം വേഗം മാറണ്ടേ. രേവതി, ഞാൻ പറയുന്നത് നീ കേട്ടോ. ഇപ്പം നീ ഇതുമായിട്ടേ അമ്മയുടെ അടുത്തോട്ട് ചെന്നാലേ എന്താ പറയാൻ പോകുന്നതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ എന്നെ തള്ളിയിട്ടിട്ട് പിന്നെ എന്നോട് സ്നേഹം കാണിക്കാൻ വേണ്ടി വരിക, എന്നെ കൊല്ലാനായിട്ടല്ലേ എന്നൊക്കെ സെയിം ഡയലോഗ് തന്നെ പറയും. ഇത് കേൾക്കാനായിട്ട് നീ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? കുഴപ്പമില്ല സച്ചേട്ടാ, എന്തൊക്കെ പറഞ്ഞാലും ഇത് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കട്ടെ എന്നും പറഞ്ഞ് രേവതി ചന്ദ്രയുടെ റൂമിലോട്ട് പോകുന്നുണ്ട്. ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മേ ഇത് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് നല്ല ആശ്വാസം ഉണ്ടായിരിക്കും, വേദനയൊക്കെ മാറും. വേണ്ട, നീ കൊണ്ടുവരുന്നത് ഒന്നും എനിക്ക് വെക്കണ്ട. നിന്നെപ്പോലെ ഒരുത്തിയെ ഈ വീട്ടിലോട്ട് കൈപിടിച്ച് കയറ്റിയപ്പോഴേ എൻ്റെ കാര്യത്തിൽ തീരുമാനമായതാ. നീ എന്നെ കൊല്ലാനായിട്ട് തന്നെയാ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നേ. അതുകൊണ്ടേ നിന്റെ സ്നേഹമൊന്നും എനിക്ക് വേണ്ട, മര്യാദയ്ക്ക് എടുത്തോണ്ട് പൊക്കോ. അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അമ്മ എണ്ണയിൽ കാല് തന്നെ വീഴുമെന്ന്. വെറുതെ എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നേ? അമ്മയ്ക്ക് വേണമെങ്കിൽ ഇത് കാലിൽ വെക്കാം എന്നും പറഞ്ഞ് അത് അവിടെ വെച്ച് പോകുന്നുണ്ട്. പിന്നീട് ചന്ദ്രയ്ക്ക് തന്നെ തോന്നുന്നുണ്ട്, കാല് നല്ല വേദനയുണ്ട്, ഇവളെന്തായാലും കൊണ്ടുവന്നതല്ലേ, ഇതൊന്ന് വെച്ചേക്കാം എന്നും പറഞ്ഞ് തനിയെ ചന്ദ്ര തന്നെ കാലിലിങ്ങനെ ചൂട് പിടിക്കുന്നുണ്ട്. പിന്നീടായിട്ട് ചന്ദ്രയ്ക്ക് കഷായം ഉണ്ടാക്കാനായിട്ട് രേവതി അടുക്കളയിലായിരിക്കും. അപ്പോഴായിരിക്കും കഷായം വെക്കുന്ന പാത്രം എടുക്കാനായിട്ട് റാക്കിന്റെ മുകളിലോട്ട് കയറുന്നത്. ചന്ദ്രയാണെങ്കിൽ കീഴെ ചൂട് മാറിയല്ലോ, ഒന്നും കൂടെ ചൂടാക്കി കൊണ്ടുവരാം എന്ന് കരുതിയിട്ട് അടുക്കളയിലോട്ട് ചെല്ലുന്നുണ്ട്. രേവതി കസാരയൊക്കെ ഇട്ടാണ് മുകളിൽ കയറി നിൽക്കുന്നത്. എന്നാ രേവതിയോട് കയറി നിൽക്കുന്നത് ചന്ദ്ര ശ്രദ്ധിക്കുന്നില്ല. എടി രേവതി, ഇതൊന്നും കൂടി ചൂടാക്ക് എന്നും പറഞ്ഞായിരിക്കും അടുക്കളയിലോട്ട് ചെല്ലുന്നത്. അവിടെ ഇട്ടിരിക്കുന്ന കസാര തട്ടി ചന്ദ്ര അങ്ങ് വീഴാൻ വേണ്ടി പോകുന്നുണ്ട്. താഴെ കസാര ഇല്ലാത്തത് രേവതി അറിയുന്നില്ലല്ലോ. രേവതി പെട്ടെന്ന് താഴോട്ട് ഇറങ്ങാൻ നേരത്ത് കസാര ഇല്ലാത്തതുകൊണ്ട് തന്നെ കയ്യിലുള്ള ആ പൊടികളെല്ലാം ചന്ദ്രയുടെ തലയിലോട്ട് വീഴുന്നുണ്ട്. രേവതിയാണെങ്കിൽ വീഴാനായിട്ട് പോകുന്നു. പെട്ടെന്ന് തന്നെ സച്ചി വന്ന് കോരി എടുക്കുന്നുണ്ട്. സച്ചിയുടെ കൈകളിലായിരിക്കും രേവതി. ചന്ദ്രയുടെ തലയിൽ മുഴുവനും കോലം വരയ്ക്കുന്ന പൊടിയായിരിക്കും. ആകെ കൂടെ ഒരു പ്രേതം നിൽക്കുന്ന പോലെയായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ഇത് കണ്ട് രേവതി ആകെ പേടിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും. അയ്യോ അമ്മേ, എന്താ പറ്റിയേ? എടി, നീ എന്നെ കൊല്ലാനായിട്ട് തന്നെയാണല്ലേ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര രേവതിയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നുണ്ട്. ഒച്ച കേട്ടിട്ട് ശ്രുതി വന്ന് കാണുമ്പോൾ പേടിച്ചോടുന്നുണ്ട്. ശ്രുതി, പ്രേതം ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ഓടുവാണ്. ചന്ദ്ര പുറകെ പോകുന്നുണ്ട്. ശ്രുതിയും ആ രൂപം കണ്ട് പേടിക്കുന്നുണ്ട്. എടാ, ഇത് ഞാനാടാ, നിന്റെ അമ്മ. അമ്മ എന്താ ഈ കോലത്തില്? ഇവളുണ്ടല്ലോ, ഇവള് കാരണാ ഞാൻ ഈ കോലത്തില് നിൽക്കുന്നേ. എന്റെ തലയിലൂടെ ഉള്ള പൊടികളെല്ലാം കൗത്തി. ഇത് കണ്ട് ശ്രീകാന്തും വർഷയും വരുന്നുണ്ട്. അല്ല ചേച്ചി, ഇതാരാ? ഞാൻ തന്നെയാ, നിന്റെ അമ്മായിയമ്മ. ഓ, ആന്റി ആയിരുന്നോ? ആന്റി എന്ത് ഈ കോലത്തില്? എന്നെ കൊണ്ട് ഒന്നും പറയിക്കണ്ട. എല്ലാവരും കൂടെ ചേർന്ന് എന്റെ ജീവൻ എടുക്കുമെന്നാ തോന്നുന്നേ. ആന്റി, ഇതെന്തായാലും നന്നായിട്ടുണ്ട്. ആന്റിയെ കാണാനേ ഇപ്പൊ നല്ല ഭംഗിയുണ്ട്. ഒരു കാര്യം ചെയ്യാം, ആന്റിയുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞ് ശ്രുതി ഫോട്ടോ എടുക്കാണ്. ഈ സമയത്ത് ദേഷ്യത്തിലായിരിക്കും ചന്ദ്ര നിൽക്കുന്നുണ്ടായിരിക്കാം. എന്താ ശ്രുതി, ആന്റി ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അതിനെന്താ, ആന്റിയുടെ ഒരു ഫോട്ടോ എടുത്തെന്ന് കരുതിയിട്ട് എന്താ കുഴപ്പം? ആന്റിക്ക് ആദ്യത്തെ രൂപത്തേക്കാ കൂടുതൽ നന്നായി ചേരുന്നതേ ഇത് തന്നെയാ എന്നു പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. വർഷയുടെ ചിരി കണ്ട് സച്ചിയും ശ്രീകാന്തും എല്ലാവരും ചിരിക്കുകയാണ്. ആകെ കൂടെ കാലി തുള്ളിയാണ് ചന്ദ്ര നിൽക്കുന്നത്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, നീ കാരണാ ഞാനിപ്പോ ഈ നിൽക്കുന്നത്. ആന്റി, ഈ ഫോട്ടോ എന്തായാലും കൊള്ളാം. ഞാനിതേ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി പോവാ, സോഷ്യൽ മീഡിയയിലും ഇടും. ആന്റി ഇനി വൈറലാ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ഫോണിൽ അങ്ങ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫോട്ടോയും ഫോട്ടോയുടെ ക്യാപ്ഷനും അങ്ങ് വൈറലാവുന്നുണ്ട്. ഇക്കാര്യം ശ്രുതി വന്ന് ചന്ദ്രയോട് പറയുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ഇതിലും വലിയ ദേഷ്യം വേറെ ഒന്നും ഉണ്ടായിരിക്കില്ല. നേരെ ഭാമയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് വർഷയുടെ മമ്മിയെ വരുത്തുന്നുണ്ട്. നല്ല കണക്കിന് വർഷയുടെ മമ്മിയോട് ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങളുടെ മകളെ നിങ്ങൾ മര്യാദയ്ക്ക് അടക്കി ഒതുക്കി വളർത്തണം. എൻ്റെ മോനെ ഒരു പാവയെ കളിപ്പിക്കുന്ന പോലെയാ കളിപ്പിക്കുന്നത്. ട്യൂടെക്സ് ഇട്ട് കൊടുക്കുന്നു, എന്തൊക്കെയാ ചെയ്യുന്നെന്നറിയോ? ഇന്നിപ്പോ എൻ്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്നു. എല്ലാം ആ രേവതിയായിട്ട് കൂട്ടുകൂടിയിട്ടാ എന്നൊക്കെ പറഞ്ഞ് നല്ല കണക്കിന് വർഷയുടെ മമ്മിയോട് പറയാ.